ഹലോ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഉച്ച തൊട്ടിട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ലഞ്ചിൻ്റെ പണിയിലേക്കാണ് നേരെ കിടന്നത്. അപ്പോൾ എനിക്ക് രാത്രിയിലത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ചോറ് വെക്കാം, എനിക്കും കുട്ടികൾക്കുള്ളത് മാത്രം വെച്ചാൽ മതി. ചോറിനുള്ള അരി അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കരുതി പൊട്ടറ്റോ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി 2 പൊട്ടറ്റോ എടുത്തിട്ട് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് ഇനി കഴുകിയെടുക്കണം. അങ്ങനെ പൊട്ടറ്റോ ഒക്കെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ പൊട്ടറ്റോ ഫ്രൈ എനിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കരുതി അതുതന്നെ ഉണ്ടാക്കാം. വറവൊന്നും ഉണ്ടാക്കുന്നില്ല, ഇത് മതിയാവും. അങ്ങനെ പൊട്ടറ്റോ എല്ലാം കട്ട് ചെയ്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ നേരിയ ജീരകയില്ല അത് പൊടിച്ചതും, കുറച്ച് വെളുത്തുള്ളി ചതച്ചതും, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഈ ഉരുളക്കിഴങ്ങ് പൊതുവെ ഗ്യാസ് കയറുന്നൊരു സംഭവമാണല്ലോ, അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തട്ടിക്കൊട്ടി അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതാകുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് എൻ്റെ അലക്കിയ തുണികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ആറിയിടാം. അങ്ങനെ തുണികളൊക്കെ ആറിയിട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ റൈസ് കുക്കറിലേക്ക് മാറ്റണം. പിന്നെ ഞാൻ കരുതി കുറച്ച് പപ്പടം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഓയിൽ വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് പപ്പടം ഇട്ടിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടുന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി ഗ്യാസെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ പിന്നെ കുളിച്ചു. അപ്പോഴേക്കും മോന് സ്കൂൾ വിട്ട് വരുന്ന സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയി. ഈ സമയത്താണ് ഞാൻ എൻ്റെ വേസ്റ്റും കളയാനെടുക്കുക. അപ്പോൾ അതൊക്കെ കളഞ്ഞ് മോനൊക്കെ കൂട്ടിയിട്ട് വന്നു. പിന്നെ അവനെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾക്കുള്ള ചോറ് വിളമ്പാന്ന് കരുതി. അങ്ങനെ ചോറും പൊട്ടറ്റോ ഫ്രൈയും മീൻ കറിയും പപ്പടമൊക്കെ എടുത്തു. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു, അതും എടുത്തു. മോന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മോൾക്കുള്ള ചോറും അവിടെ ഇട്ട് വെച്ച് പാത്രങ്ങളൊക്കെ കാലിയാക്കി അതെല്ലാം നല്ല പോലെ ഒന്ന് എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ മോന് കുറച്ച് കാർട്ടൂണൊക്കെ കാണാമെന്ന് ഞാൻ സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റിങ്ങിൽ നിന്ന് പിന്നെ ഈവനിങ് ആയപ്പോൾ മോള് സ്കൂളിൽ വിട്ട് വന്ന് അവൾ കുളിക്കാൻ കയറി. അവൾ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് അവൾ മദ്രസയ്ക്ക് ഇരുന്ന്. അപ്പോൾ മദ്രസ കഴിയാറാകുമ്പോഴേക്കും ഞാൻ ചായക്കുള്ള പാലവിടെ വെച്ച്. അപ്പോൾ ഇന്ന് ചായക്ക് പ്രത്യേകിച്ച് കടികളൊന്നുമില്ല, ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതന്നെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ചായ ഉണ്ടാക്കി ബിസ്ക്കറ്റൊക്കെ പ്ലേറ്റിലേക്ക് ഇട്ട്. അപ്പോൾ ബിസ്ക്കറ്റ് പ്ലേറ്റിലിട്ട സമയത്ത് ഞാൻ മോനെ വിളിച്ചിട്ട് അത് അങ്ങ് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും മോളെ മദ്രസ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇരുന്ന് ചായ കുടിക്കണം. അപ്പോൾ ഈ ചായ കുടിക്കുന്ന സമയത്ത് അവൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുന്നതായിരുന്നു. അപ്പോൾ സ്കൂളിൽ റമദാനിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അവർക്ക് പറ്റുന്നതായ രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വാങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അവൾ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയതാണ് ഈ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ഒരു ഹാഫ് മൂണും സ്റ്റാറും ഒക്കെ ആയിട്ടുള്ള ഒന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ പേപ്പറൊക്കെ എടുത്ത് ഞാനും അവളും കൂടി ഇത് ചെയ്യുന്നതാണിത്. അങ്ങനെ ഇതാ ഞങ്ങളത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ രീതിയിൽ പറ്റുന്ന തരത്തിൽ ചെയ്ത്. അപ്പോൾ അവൾ പറഞ്ഞ് റമദാൻ കരീം എന്ന് എഴുതിയിട്ടുള്ള ഒരു ഇതും ചെയ്യാൻ. എന്നിട്ട് അത് അവൾ ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മോന് മദ്രസ തുടങ്ങി. മോള് സ്കൂളിലത്തെ ഹോംവർക്കും കാര്യങ്ങളും ചെയ്യാനിരുന്നു. പിന്നെ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങി രാത്രിയിലേക്കുള്ള ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിന്നർ ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. അത് ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഹസ്ബൻഡ് വന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.